Resurrection is not a revolution. It is a solution for everything. പുനരുത്ഥാനം എന്ന് പറയുന്നത് വിപ്ലവമല്ല, അത് എല്ലാറ്റിനുമായുള്ള ഒരു പരിഹാരമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും അടക്കവും കഴിഞ്ഞപ്പോൾ യഹൂദ മത നേതാക്കന്മാരും രാഷ്ട്രീയവാദികളും റോമ സാമ്രാജ്യവും എന്തിനേറെ ലോകം മുഴുവനും മഹോത്സവം കൊണ്ടാടിയപ്പോൾ യേശു പറഞ്ഞതുപോലെ തന്നെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മുഴു ലോകത്തിനും പാപത്തിന് പരിഹാരം നൽകിക്കൊണ്ട്, പാപഭംഗിലമായ ജീവിതത്തിൽ നിന്നും വിടുതൽ നൽകിക്കൊണ്ട് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി ശത്രുവിന്റെ തല തകർത്ത് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. അത് യേശുവിന്റെ പുനരുത്ഥാനമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്താണ് പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു പുനരുത്ഥാനം ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ നോക്കി എല്ലാം അവസാനിച്ചു, പ്രത്യാശയ്ക്ക് വഴിയില്ല, തീർന്നു എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ പുനരുത്ഥാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുക. അവസാനിച്ചെടുത്ത് ജയോത്സവം നൽകുന്ന യേശു അത്രേ അവൻ. ആ യേശുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങളെ ജയാളിയായി നടത്തുവാൻ യേശു സർവശക്തനത്രേ. അതെ, യേശുവിൽ വിശ്വസിക്കുക, ജയാളിയായി തീരുക. ആമേൻ. you